നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 79ാമത് സ്വാതന്ത്ര്യദിന ആഘോഷ നിറവിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം നിർണായകമായ പല കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെ നേട്ടങ്ങൾ എണ്ണി അദ്ദേഹം മുന്നോട്ട് വെച്ചു. അദ്ദേഹം ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. ഇതോടെ രാജ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിപുലമായി തുടക്കം ആയിരിക്കുകയാണ്. പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നത് വളരെ രോമാഞ്ചം നൽകുന്ന നിമിഷമായി മാറിയിരിക്കുകയാണ്. അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭരണഘടനയാണ് വഴികാട്ടി. സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾ ഈ ചെങ്കോട്ടയും അതിന് സാക്ഷിയായി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ, അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണം, ഇതിനെയെല്ലാം മുൻനിർത്തിയുള്ള പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. ചോരയും വെള്ളവും ഒരുമിച്ചൊഴിയില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചുവെന്ന നിർണായകമായ വാക്കുകൾ പ്രധാനമന്ത്രി പറഞ്ഞു. ചെങ്കോട്ടയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീരരെ അഭിവാദ്യം ചെയ്യാൻ അവസരം കിട്ടിയതിൽ അഭിമാനമുണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ ധീരരായ ജവാന്മാർ ശത്രുവിന് അവർക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമുള്ള ശിക്ഷയാണ് നൽകിയതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഏപ്രിൽ 22-ന് ഭീകരർ അതിർത്തി കടന്നെത്തി ആളുകളെ അവരുടെ മതം ചോദിച്ച് കൊലപ്പെടുത്തി. ആ കൂട്ടക്കൊലയിൽ ഇന്ത്യ മുഴുവൻ രോഷമുയർന്നു. ലോകം മുഴുവൻ കൂട്ടക്കൊലയിൽ ഞെട്ടി. ഓപ്പറേഷൻ സിന്ദൂർ ആ രോഷത്തിന്റെ പ്രകടനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏപ്രിൽ 22-ന് ശേഷം നമ്മുടെ സായുധ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി. അവർ തന്ത്രവും ലക്ഷ്യവും ആക്രമണത്തിന്റെ സമയവും തീരുമാനിച്ചു. പതിറ്റാണ്ടുകളായി ചെയ്യാത്തത് നമ്മുടെ സേനകൾ ചെയ്തുവെന്നും പ്രധാനമന്ത്രി അഭിമാനത്തോടെ പറഞ്ഞു. ശത്രുവിന്റെ മണ്ണിലേക്ക് 100 കണക്കിന് കിലോമീറ്ററുകളോളം പ്രവേശിച്ച് ഭീകരരുടെ ആസ്ഥാനം തകർത്ത് തരിപ്പണമാക്കിയെന്നും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ വ്യക്തമാക്കി. പാകിസ്ഥാനിലെ നാശം വലുതായിരുന്നു. പഹൽഗാമിലെ കൂട്ടക്കൊലയിൽ ലോകം മുഴുവൻ നടുങ്ങി. ഇന്ത്യയിലാകെ രോഷമുയർന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആ രോഷത്തിന്റെ പ്രകടനമാണ്. പാകിസ്ഥാനിലെ നാശം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ ദിവസവും അത് സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തലുകളും വിവരങ്ങളും പുറത്തു വന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകി. അതിന് അവർക്ക് ആദരം നമ്മൾ അർപ്പിക്കുന്നു. മതം ചോദിച്ച തീവ്രവാദികൾ നിഷ്കളങ്കരായ സഞ്ചാരികളെ വകവരുത്തി. സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ സൈന്യം തകർത്തു. ആണവായുധ ഭീഷണി മുഴക്കി ഇന്ത്യയെ വിരട്ടേണ്ട. ആ ബ്ലാക്ക് മെയിലിംഗ് നടപ്പാകില്ല. സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല. രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല. ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണ് എന്നാണ് പ്രസംഗത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് പാകിസ്ഥാൻ കൃത്യമായ മറുപടി, വ്യക്തമായ മറുപടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു. രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞുവെന്നും വികസിത ഭാരതത്തിന്റെ ആധാരം സ്വയം പര്യാപ്ത ഭാരതമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ ആധാരം സ്വയം പര്യാപ്ത ഭാരതമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതിഫലിച്ചതും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ്. പ്രതിരോധ ശക്തിയുടെ ആധാരം സ്വയം പര്യാപ്തതയാണ്. നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചു. ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി 10 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. എല്ലാ മേഖലകളിലും രാജ്യം സ്വയം പര്യാപ്തത നേടുകയാണ്. ശൂന്യാകാശ മേഖലയിലും രാജ്യം സ്വയം പര്യാപ്തരായി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരം, അതിനായി കഠിനാധ്വാനം ചെയ്യാമെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കാമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ രോഷത്തിന്റെ പ്രകടനമാണെന്നും പ്രതികാരത്തിനുള്ള സമയവും സ്ഥലവും തീരുമാനിച്ച സൈന്യം സങ്കല്പിക്കാനാവാത്ത കാര്യമാണ് രാജ്യത്തിനായി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു. രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഏതു ഭീഷണി നേരിടാൻ രാജ്യം തയ്യാറാണ്. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിനെ അമ്പരിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വദേശി മന്ത്രം ഉരുവിട്ട് നാം മുന്നേറണമെന്നും ഗരീബി ഫടാവോ അതുപോലെ തന്നെ എന്നത് വെറുമൊരു മുദ്രാവാക്യം മാത്രമായിരുന്നുവെന്നും എന്നാൽ ഇത് ഇന്ന് 25 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കർഷകർക്ക് വേണ്ടി ഒരു മതിൽ പോലെ നിൽക്കുമെന്നും കർഷകരെ ഉപേക്ഷിക്കില്ലെന്നും കർഷക വിരുദ്ധ നയങ്ങൾ വച്ചു പൊറപ്പിക്കില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സർക്കാർ എന്നും കർഷകർക്കൊപ്പമാണെന്നും പിന്നാക്ക വിഭാഗങ്ങളെ സർക്കാർ കൈവിടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആശയങ്ങളുമായി യുവാക്കൾ കടന്നു വരണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്കായുള്ള 1 ലക്ഷം കോടി തൊഴിൽ പദ്ധതിക്ക് തുടക്കമാകുമെന്നും PM വികസിത ഭാരത പദ്ധതി വഴി 3.5 കോടി യുവാക്കൾക്ക് പ്രയോജനം കിട്ടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത ഘട്ട GST പരിഷ്കരണം ദീപാവലിയോടെ നടക്കും. GST നിരക്കുകൾ കുറയ്ക്കും. സാധനങ്ങളുടെ വില കുറയും. അത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുകയാണ്. ലോകം നമ്മുടെ പുരോഗതി ശ്രദ്ധിക്കും. സാമ്പത്തിക വളർച്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം പാത രൂപപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് സ്വന്തം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വേണം. വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നത് എന്തിനാണെന്നും പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി ചോദിച്ചു. നമ്മൾ എന്തിനാണ് വിദേശ നിർമ്മിത കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് മൻ കി ബാത്തിന്റെ ഒരു എപ്പിസോഡിൽ താൻ ചോദിച്ചിരുന്നു. ഇന്ന് നമ്മൾ കളിപ്പാട്ടങ്ങൾ കയറ്റുമതി ചെയ്യുന്നുവെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുദ്ര പദ്ധതി നമ്മുടെ പെൺമക്കൾക്ക് പ്രയോജനം ചെയ്യുന്നുവെന്നും വനിതാ സ്വയം സഹായ സംഘങ്ങൾ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നൂതന ആശയങ്ങൾക്കായി അഭ്യർത്ഥിക്കുകയാണ്. അതിനായി യുവാക്കൾ മുൻകൈയെടുക്കണം. ഇന്ത്യയെ തടയാൻ കഴിയില്ല. ഒരു നിമിഷം പോലും പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വപ്നം കാണാനുള്ള സമയമാണിത്. താൻ വ്യക്തിപരമായി യുവാക്കളോടൊപ്പമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്ന് ആവർത്തിച്ച മോദി ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞ് യുഎസിന്റെ തീരുവ ഭീഷണിയെ പരോക്ഷമായി വിമർശിച്ചു. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഇന്ത്യയുടെ ഭാവി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇത് വിവര സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. നമുക്ക് സ്വന്തമായി ഒരു AI ആവാസ വ്യവസ്ഥ വേണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ലോക വിപണിയെ ഭരിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടി. അത് വീണ്ടും ഓർമ്മിപ്പിച്ച് ഭരണഘടനാ ശില്പികൾക്ക് ആദരമർപ്പിച്ചു പ്രധാനമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീര ജവാന്മാർക്ക് സല്യൂട്ട് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം ചെങ്കോട്ടയിലെത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ടയിലും പരിസരത്തുമായി 11,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 3,000-ലധികം ട്രാഫിക് പോലീസിനെയും നിയോഗിച്ചിരുന്നു. നഗരത്തിലുടനീളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവളം, മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങിയിടങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്ന് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ, വോട്ടർ പട്ടിക ക്രമക്കേട്, പകരം തീരുവ എന്നിവ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇന്നുണ്ടാകുമോ എന്നതടക്കമുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് നിർണായകമായ പ്രതികരണമാണ്, അതായത് ഒരു പ്രസ്താവനകളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പുതിയ കേന്ദ്ര പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.